അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൽ ഏത് സമയങ്ങളിലും സൂക്ഷിക്കണമേ എന്നും അവൻ്റെ നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമേ എന്നും ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നേർമൊഴി ഓൺലൈൻ ദഅവ സംരംഭത്തിലൂടെ ഇന്ന് അതിവിശിഷ്ടമായ ഒരു സുന്നത്തിനെ ഓർമ്മിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബ് സുന്നത്തുകൾക്ക് ഉള്ള പരിഗണനയും പ്രത്യേകതയും എങ്ങനെയായിരുന്നു ആ സുന്നത്തുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും പഠിപ്പിച്ചു തരികയും ചെയ്ത 2 റക്അത്ത് സുന്നത്താണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് റക്അത്ത അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ്. ആ 2 റക്അത്ത് നമസ്കാരം ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നമ്മുടെ കീഴിൽ വരുന്നതിനേക്കാൾ നമുക്ക് ഉത്തമമാണ് എന്നാണ്. ഈ ലോകത്തുള്ളത് മുഴുവൻ നമ്മുടെ അധീനതയിൽ വരുന്നതിനേക്കാൾ ഉത്തമമാണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ചെറിയ എളുപ്പത്തിൽ നമസ്കരിക്കാൻ കഴിയുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയതിലൂടെ ആ റക്അത്തുകൾക്ക് എത്രമാത്രം പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ട്, മഹത്വമുണ്ട് എന്ന് ആ ഒരൊറ്റ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാത്രയിൽ ആയിരുന്ന സന്ദർഭങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരുന്ന സന്ദർഭങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പ്രസക്തിയില്ല. യാത്രകളിൽ ഫർദ് നമസ്കാരങ്ങൾ പോലും ചുരുക്കി നമസ്കരിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, കാണിച്ചു തന്നത്. പക്ഷെ ആ യാത്രയിലായിരിക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നന്മകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നമുക്ക് അതിമഹത്തായ അതിവിശിഷ്ടമായ ഈ സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പുലർത്താൻ, ദൈനംദിന ജീവിതത്തിൽ കൃത്യത പുലർത്താൻ നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും നിസ്സാരമാക്കാതെ തള്ളിക്കളയേണ്ട ഒന്നല്ല. ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നമ്മുടെ കീഴിൽ വരിക എന്നുള്ളത് ഒരു ദിവസത്തെ നമസ്കാരം കൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ ഓരോ പ്രഭാതങ്ങളും ആ നമസ്കാരത്തിന് പ്രത്യേകത നൽകി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും നമസ്കാരം തുടങ്ങി സുബ്ഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു, ആ സമയത്ത് പെട്ടെന്ന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല. അത്തരം ആളുകൾക്ക് ഒരു ഇളവ് കൂടി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. സുബ്ഹി നമസ്കാരത്തിന്റെ ശേഷം ആ നമസ്കാരം സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഫമൻ ഫാതഹു സുന്നത്തുൽ ഫജ്ർ സല്ലിഹ ബഅദൽ ഫരീള, ആ സുന്നത്ത് നമസ്കാരം ആർക്കെങ്കിലും പ്രഭാതത്തിൽ നഷ്ടപ്പെട്ടാൽ അവൻ സുബ്ഹി നമസ്കാരത്തിന്റെ ശേഷം ആ നമസ്കാരം നിർവഹിക്കട്ടെ എന്നുവരെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിനു മാത്രം പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്തിനെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ കൃത്യതയോടുകൂടി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുകയും ഈ പുണ്യത്തെക്കുറിച്ച്, ഈ മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക്, കൂട്ടുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക്, വീട്ടുകാരിലേക്ക് ഉണർത്തുകയും എല്ലാവരും ഈ വലിയ പുണ്യം നേടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേർമൊഴി, ജീവിത വഴിയിലെ പ്രമാണനാളം. ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.